അർജുൻ. ഗൗരി. എന്നാലും അർജുൻ, നീ എന്നെ മറന്നു പറഞ്ഞപ്പോ. ഗൗരി, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ മറക്കുമെന്ന്? എന്നാലും ഞാനാകെ സങ്കടപ്പെട്ടു അർജുൻ. ആണോ? എന്നാലേ എന്റെ ഗൗരി ഇനി സങ്കടപ്പെടാൻ ഈ അർജുൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അർജുൻ. എന്താ ഗൗരി? എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ കഴിയുന്നില്ല അർജുൻ. അതെന്താ ഗൗരി? ഞാൻ എന്റെ മുന്നിൽ തന്നെയല്ലേ നിൽക്കുന്നത്. എന്നാലും ഒരെന്നാലും ഇല്ല, നീങ്ങ് വന്നേ. അർജുൻ, എന്നാലും നീ അങ്ങനെ പറഞ്ഞപ്പോ അർജുൻ, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല അർജുൻ. എന്റെ ദൈവമേ, ഇവൾക്ക് വട്ടായോ? ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നു. ഗൗരി, ഗൗരിയേട്ടത്തി. നിങ്ങൾ രണ്ടുപേരും എപ്പോഴാ വന്നേ? ഞങ്ങളൊക്കെ വന്നിട്ടേ കുറച്ചു കാലമായി. ഗൗരി, നീ എന്താ ഓർത്തു നിന്നത്? ഞാൻ വെറുതെ. എന്താ ഇവിടെ അർജുനോ എന്തൊക്കെയോ പേര് പറയുന്നത് കേട്ടോ? അതല്ല ചിത്ര. അഞ്ജലി, ഒരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം? എന്താണ്? എന്താ? അഞ്ജു, അർജുൻ അവൻ എന്നെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. അർജുൻ, അവന് നല്ല മാറ്റമുണ്ട്. സത്യാണ് അഞ്ജു. ഞാൻ ആകെപ്പാടെ ഒരു സ്വപ്നത്തിലെന്ന പോലെ ആയിപ്പോയി. ഇത്ര പെട്ടെന്ന് അവൻ ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ചേട്ടൻ കോളേജിലേക്ക് വരവ് തുടങ്ങിയില്ലേ? അപ്പൊ എന്തായാലും ചേട്ടന് നല്ല മാറ്റം വരും. ചേട്ടൻ താമസിയാതെ തന്നെ ഗൗരി എന്ന് വിളിച്ചോണ്ട് ഗൗരി ചേച്ചിയുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. വരും, അതെനിക്ക് ഉറപ്പായി. എന്തായാലും ഇത് നല്ലൊരു സൂചനയാ ഗൗരി. അതെ, എനിക്കും ഇപ്പോഴാ വിശ്വാസമായി തുടങ്ങിയത്. നോക്കിക്കോ ഗൗരിയേട്ടത്തി, താമസിയാതെ തന്നെ ചേട്ടൻ ഗൗരിയേട്ടത്തിയെ മനസ്സിലാക്കുക തന്നെ ചെയ്യും. എന്താടി പല്ലി? ഞാനൊരു കാര്യം ഏൽപ്പിച്ചതല്ലേ, എന്നിട്ട് എന്തായി? എടി പല്ലി, എനിക്ക് കുറച്ച് സമയം താ. നോക്കി വിക്രം, ഞാൻ എത്ര നേരം കൊടുത്തു അവന്, എന്നിട്ട് ഇതുവരെ അവൻ അവളോടൊന്ന് പോയി സംസാരിച്ചിട്ട് പോലുമില്ല. ഇല്ലല്ലോ? അത് പിന്നെ നീതു, ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവളെ ഒറ്റയ്ക്കൊന്ന് കിട്ടണ്ടേ? നീതു, നീ ഈ പണി മറ്റാരെങ്കിലും ഏൽപ്പിച്ചോ? ഇവനെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് തോന്നിയിരുന്നു, പക്ഷേ വേറെ ആർക്കെങ്കിലും ബൈക്ക് വാങ്ങി കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ, ഇവനോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ ഇവനോട് തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല നീതു, ഞാൻ ഏറ്റൂന്ന്. എന്ന്? എപ്പോ? ഇതാണ് പറ്റിയ സമയമെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ. ഇതാ നോക്ക്, അവൾ ഒറ്റയ്ക്ക് അവിടെ ആ ക്യാൻറ്റീനിൽ നിൽപ്പുണ്ട്. അപ്പൊ ഗൗരി? ഞാൻ നേരത്തെ നോക്കിയിരുന്നു. അപ്പൊ ഗൗരിയും ചിത്രയും ഒക്കെ അവളുടെ കൂടെ ഉണ്ട്. എടാ പൊട്ടാ, ഇപ്പൊ അവൾ തനിച്ചാ. ഗൗരി പോയി. ഇത് തന്നെയാണ് പറ്റിയ സമയം. ഗൗരിയും ചിത്രയും ഒന്നും അവളുടെ അടുത്തില്ല. നീ പെട്ടെന്ന് പോ. സെറ്റ്. ഓൾ ദി ബെസ്റ്റ്. അവന്റെ പോക്ക് കണ്ടിട്ട് ഇപ്പോൾ തന്നെ കാര്യം സാധിച്ചു വരുമെന്നാ തോന്നുന്നത്. അങ്ങനെ വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട നീതു, അവനല്ലേ ആള്. അവനെ ഒന്ന് മരത്തിൽ കയറ്റി വിട്ടാ മതി, അവനൊന്ന് കയറി പോയിക്കോളും. അഞ്ജു, അഞ്ജലി. എന്താ ഇവൻ ഇന്ന് ഇത്ര സ്നേഹം? ഏട്ടന്റെ ശത്രു ആ വിക്രമിന്റെ വാലല്ലേ ഇവൻ? ഇപ്പോൾ ഇവൻ എന്നോട് മിണ്ടണമെങ്കിൽ എന്തായിരിക്കും? എന്തായാലും ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് ഒന്നറിയാം. എന്താ അഞ്ജലി, ഒന്ന് വിളി കേട്ടോടെ? വിളിച്ചാൽ എന്ത് വേണം? ഞാൻ ഡ്രോപ്പ് ചെയ്യാം അഞ്ജലി. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താ അഞ്ജലി, നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഇനിയിപ്പോ ഒറ്റയ്ക്ക് പോവണ്ടേ? കൂട്ടുകാരികളെല്ലാം എവിടെ? അവന്റെ ഒരു അന്വേഷണം എന്തായിരിക്കും ഇവന്റെ മനസ്സിൽ? എന്റെ അർജുനേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഇവൻ എന്നെ നോക്കാൻ പോലും ധൈര്യം കാണിക്കില്ല. ഇവനിപ്പോ എന്തൊക്കെ അറിയണം? എന്റെ ചേട്ടനില്ലാത്ത കുറവാ ഇതൊക്കെ. നീ എന്താലോചിക്കുവാ അഞ്ജു? ഒന്നുമില്ല. അഞ്ജലി. എന്താ പറഞ്ഞോ? അത് പിന്നെ അഞ്ജലി, നീ നിന്റെ ചേട്ടൻ അർജുന്റെ കാര്യം ആലോചിച്ച് സങ്കടപ്പെടുന്നു വേണ്ടാട്ടോ. ഞാൻ കൂടെ ഉണ്ടാവും. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. ഇവനെ വിക്രമിന്റെയും നീതുവിന്റെയും വാലാട്ടിയല്ലേ? ഇവൻ എന്നോട് പെട്ടെന്ന് സ്നേഹം കാണിക്കണമെങ്കിൽ അതിൽ എന്ത് ചതിയുണ്ട്? ഇവൻ വിക്രമിന്റെ കൂടെ കൂടി നീതുവിന്റെ വാക്കും കേട്ട് ഗൗരിയേട്ടത്തിനെയും അർജുനേട്ടനെയും തെറ്റിക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടയാളാ. എന്നിട്ടിപ്പോ ഇങ്ങനെ ഒരു മാറ്റം, അതും എന്നെ സഹായിക്കാനെന്ന വേദന.
ഇത് ചിലപ്പോൾ നീതുവിന്റെ ചതി തന്നെയാവും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അഞ്ജു, നീ എന്താ ആലോചിക്കുന്നത്? പേടിക്കണ്ട, കയറിക്കോ. ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. ചേട്ടനും കൂടെ ഇല്ലാത്തതല്ലേ. അത് സാരമില്ല കീർത്തി, അവളുണ്ട് എന്റെ കൂടെ. അവളിപ്പോ വരും. ഞങ്ങൾ കൂടെ പൊയ്ക്കോളാം. ഓ, അവള്. നീ അവളെ നോക്കണ്ട, നീ കേറ്. ഇല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? അയ്യോ, ചൂടാകല്ലേ അഞ്ജു. ഞാനേ നിനക്കൊരു സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. നിന്റെ ചേട്ടന് വയ്യാത്തതല്ലേ, അതാ. എനിക്ക് നിന്നെ കണ്ടപ്പോ നല്ല സങ്കടം വന്നുട്ടോ അഞ്ജു. ഇവൻ തകർത്ത് അഭിനയിക്കുകയാണല്ലോ. എന്നാ പിന്നെ തിരിച്ചങ്ങോട്ട് അഭിനയിച്ചേക്കാം. ഇതിന് പക്ഷേ ചേട്ടന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ കാരണമായാലോ? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുന്നതല്ലേ നല്ലത്. എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. അഞ്ജു, ആ, എന്താ ദീപു ചേട്ടാ? എന്താ നീ എന്നെ വിളിച്ചത്? ഒന്നുകൂടെ വിളിക്കോ? അത് വിളിക്കഞ്ജു. ദീപു ചേട്ടാന്ന്. അഞ്ജു, ഞാൻ എത്ര നാളായെന്നറിയോ നീ കാണാതെ നിന്റെ കൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഞാൻ കാണുന്നില്ലല്ലോ ദീപു ചേട്ടാ ഇതുവരെ. അതിന് നീ എങ്ങനെ കാണാനാ? നീ നിന്റെ ചേട്ടന്റെ കൂടെ ബൈക്കിലല്ലായിരുന്നോ പോക്ക്? ദീപു ചേട്ടന് എന്റെ ചേട്ടന് പേടിയാണോ? ഏയ്, അതൊന്നല്ല അഞ്ജു. എനിക്ക് സത്യം പറഞ്ഞ അർജുനെ ഭയങ്കര ഇഷ്ടാ. ഓ, അത് ശരി. പക്ഷേ ആ വിക്രം, അവൻ വെറുതെ എന്നോട് വഴക്കിന് വരണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ മാറി നടക്കുന്നത്. ആയിക്കോട്ടെ. എന്താ അഞ്ജു ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം ദീപു ചേട്ടാ? അഞ്ജു, നീ ദീപുച്ചേട്ടാന്ന് വിളിക്കുമ്പോണ്ടല്ലോ. ഉം, അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. നിനക്കത് ഇഷ്ടായില്ലെങ്കിലോ? പറയൂ ദീപു ചേട്ടാ. പറഞ്ഞോളൂ നീ. അല്ല അഞ്ജു, നീ എന്നെ ദീപുച്ചേട്ടാന്ന് വിളിക്കുമ്പോ വിളിക്കുമ്പോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആരോ എന്റെ അരികിൽ നിന്ന് വിളിക്കുന്നത് പോലെയുണ്ട്. ഓ, അങ്ങനെ. ദീപു ചേട്ടാ, എന്താ അഞ്ജു? ഞാനൊരു സഹായം ചോദിച്ചാ ദീപു ചേട്ടൻ എനിക്ക് ചെയ്തു തരുമോ? നിനക്ക് ഞാൻ സഹായം ചെയ്തു തരുമെന്നോ? എന്താ വേണ്ട അഞ്ജു, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നീ ആകാശത്തെ അമ്പിളിമാമനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുതരും. അത്രയ്ക്കൊന്നും വേണ്ട ദീപു ചേട്ടാ, ഒരു ചെറിയ സഹായം അത്രയും മതി. പറഞ്ഞു അഞ്ജു, നിനക്ക് എന്ത് വേണം? മനസ്സിൽ ലഡ്ഡു പെട്ടി മോനെ. എന്തായാലും അവൾ എന്ത് സഹായമാണ് ചോദിക്കുന്നതെന്ന് നോക്കാം. അതിലൂടെ പിടിച്ചു കയറാം ഇവളുടെ മനസ്സിലേക്ക്. അപ്പൊ ബൈക്ക് സെറ്റ്, പെണ്ണും സെറ്റ്. ഹോ, എന്റെ ഒരു ഭാഗ്യം. ദീപു ചേട്ടാ, എന്താ അഞ്ജു? ദീപു ചേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഏയ് ഇല്ല അഞ്ജു, ഞാൻ നീയും ഞാനും കൂടെ ഈ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത് ഓർക്കുകയായിരുന്നു. ഓ, അങ്ങനെ. ആട്ടെ അഞ്ജു, നിനക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? പെട്ടെന്ന് പറഞ്ഞോ. എന്നെക്കൊണ്ടാകുന്നത് എന്തും ഞാൻ ചെയ്തു തരും. സത്യല്ലേ? പിന്നെ വാക്ക് മാറരുത്. സത്യാണ് അഞ്ജു, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്നെക്കൊണ്ടാവുന്നത് എന്തും ഞാൻ ചെയ്തു തരും. ഇത് നീ മനസ്സ് വെച്ച് നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നീ മനസ്സ് വെക്കണം. പറഞ്ഞു അഞ്ജു, ഇങ്ങനെ വലിച്ചു നീട്ടാതെ. എങ്ങനെയെങ്കിലും ഇവളുടെ മനസ്സിലൊന്ന് കയറി പറ്റണം. നീതു എന്റെ ചേട്ടനെ വല്ലാതെ കുരങ്ങ് കളിപ്പിക്കുന്നുണ്ട്. ഓ, അതെനിക്കും തോന്നിയിരുന്നു. എന്തായാലും ഇപ്പൊ അവൾക്ക് നല്ലൊരു ചാൻസ് അല്ലേ ഒത്തു വന്നിരിക്കുന്നത്. അതെ, അത് വെച്ച് അവൾ നല്ലപോലെ മുതലെടുക്കുന്നുണ്ട്. അതിന് ഞാൻ എന്താ അഞ്ജു ചെയ്യേണ്ടത്? പറയാം. പറഞ്ഞോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്റെ അഞ്ജുവിന് വേണ്ടി. എന്റെ അഞ്ജു എന്താവശ്യപ്പെടുന്നോ അതെല്ലാം ഞാൻ ചെയ്തു തരും. സത്യം? സത്യം. എന്നാ ഞാൻ പറയട്ടെ? പറ.